അങ്ങനെ കാത്തിരുന്ന +2 മോഡൽ എക്സാം ടൈം ടേബിൾ വന്നു. ഇനി ഒന്നിനും കാത്തിരിക്കാനില്ല അല്ലേ? അതും കൂടി കിട്ടിയല്ലോ. ഇപ്പൊ മോഡൽ എക്സാം ടൈം ടേബിളും നമ്മുടെ കയ്യിലുണ്ട്, പബ്ലിക് എക്സാം ടൈം ടേബിളും നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യാനില്ല, പഠിച്ചു തുടങ്ങണം. സോ നമുക്ക് ടൈം ടേബിൾ എങ്ങനെ, നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാനില്ല, വേഗം ഡിസ്കസ് ചെയ്യാം. ആദ്യം +2 കോമേഴ്സിൽ നമുക്കുള്ളത് ആദ്യ ദിവസം ഫെബ്രുവരി 17-ാം തീയതി +2 കോമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഫോർനൂൺ രാവിലെ തന്നെ ഇംഗ്ലീഷിന്റെ എക്സാം ആണ്. ഹ്യൂമാനിറ്റീസിനും സെയിം തന്നെ. ഇനി ഫെബ്രുവരി 18-ന് അക്കൗണ്ടൻസി ആണ് രാവിലെ തന്നെയുള്ള എക്സാം. എന്നാൽ ഹ്യൂമാനിറ്റീസുകാർക്ക് ജോഗ്രഫിയോ സോഷ്യോളജിയോ ആണ് രാവിലെ വരുന്നത്. സോ ശ്രദ്ധിച്ചോളൂ, പിറ്റേ ദിവസം ഫെബ്രുവരി 19-ന് തേഴ്സ്ഡേ, അന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തവർക്ക് രാവിലെ ഉണ്ടാകും. മാത്സോ പൊളിറ്റിക്സോ സിഒ എടുത്തവർക്ക് ആഫ്റ്റർനൂൺ ആയിരിക്കും എക്സാം. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ആഫ്റ്റർനൂൺ എന്താ ഉണ്ടാവുക, പൊളിറ്റിക്സ് എക്സാം ആയിരിക്കും. ഫോർനൂൺ ഉണ്ട്, ആഫ്റ്റർനൂൺ 2 എക്സാം ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നോക്കൂ, ഫെബ്രുവരി 20-ന് നിങ്ങൾക്ക് 2 എക്സാം എഴുതണം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ്, തൊട്ട് മുമ്പത്തെ ദിവസങ്ങൾക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ് രാവിലെയും ഉച്ചയ്ക്ക് ശേഷം വന്നതെങ്കിൽ ഫെബ്രുവരി 20 വെള്ളിയാഴ്ച നിങ്ങൾക്ക് രാവിലെ പാർട്ട് 2-ന്റെ എക്സാം ഉണ്ട്. അന്ന് ഉച്ചയ്ക്ക് തന്നെ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം ഉണ്ട്. സോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ പൊളിറ്റിക്സോ അല്ലെങ്കിൽ മാത്സോ എടുത്തൊരു കുട്ടിക്ക് അന്ന് വൈകുന്നേരം വന്നിട്ട് രാത്രി കിടന്നുറങ്ങി രാവിലെ പോയിട്ട് മലയാളം എഴുതണം, വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ബിസിനസ് സ്റ്റഡീസ് എഴുതണം. ഓക്കെ, ഇവിടെ ടൈം ടേബിളിനെ കുറ്റം പറയല്ല, നിങ്ങൾ എത്രത്തോളം പഠിച്ചിരിക്കണം. എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പഠിച്ചതുപോലെ പഠിച്ചാൽ ഇവിടെ എന്തെങ്കിലും നടക്കുമോ? തലേ ദിവസം നിങ്ങൾ എത്ര സബ്ജക്റ്റ് പഠിക്കും അല്ലേ? അപ്പൊ അത് നടക്കില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാനത് പറഞ്ഞു തരുന്നത്. സോ ഇവിടെ ഫ്രൈഡേ ആണെങ്കിൽ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഹ്യൂമാനിറ്റീസുകാർക്ക് രാവിലെ സെക്കൻഡ് ലാംഗ്വേജ്, ഉച്ചയ്ക്ക് ശേഷം പോയി ഹിസ്റ്ററി എഴുതണം. ലാസ്റ്റ് ദിവസം പിന്നെ ആഫ്റ്റർനൂണിൽ ഇക്കണോമിക്സ് ശനിയാഴ്ച. ഇങ്ങനെയാണ് നിങ്ങളുടെ മോഡൽ എക്സാം ടൈം ടേബിൾ. ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പോലെ തലേ ദിവസം ലൈവും കണ്ട് അത് മാത്രം കണ്ടിട്ട് പോയിട്ട് എക്സാം എഴുതാം എന്ന് വിചാരിക്കരുത്. പ്രഡിക്ഷൻസ് ഒക്കെ തെറ്റിപ്പോകാം, പാറ്റേണുകളൊക്കെ മാറാം. ആ സമയങ്ങളിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യരുത്. അത് മറ്റുള്ളവരെ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകില്ല. 1 മാസം മുമ്പ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്, 1 മാസം മുമ്പാണ് നിങ്ങൾ എൻ്റെ ഈ വോയിസ് കേൾക്കുന്നത്. ഓക്കെ, ഇപ്പൊ കേട്ടിട്ടും അത് ഇപ്പൊ തുടങ്ങാതെ പിന്നത്തേക്ക് മാറ്റിവെച്ച് അവസാനം മറ്റൊരാളുടെ മുകളിൽ കുറ്റം ചുമത്തി വെച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇവിടെ ഫൈനൽ മാർക്ക് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മാത്രമാ. ഇവിടെ നിങ്ങളുടെ ഫൈനൽ മാർക്ക് കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ പാരൻസിനും മാത്രമാ ബെനിഫിറ്റ്. അത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മാത്രമാ നഷ്ടം. ഈ പറയുന്ന എനിക്കോ അല്ലെങ്കിൽ ഈ ചുറ്റുവട്ടത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കും നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും ഒരു നഷ്ടവും വരാനില്ല, ഒരു ലാഭവും വരാനില്ല. സോ പ്ലീസ്, നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ലവ് ഉണ്ടെങ്കിൽ, സ്വന്തമായിട്ടൊരു സ്നേഹം ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായി പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ബൂസ്റ്റർ ബാച്ചിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. ബൂസ്റ്റർ ബാച്ച് ഉണ്ട് അല്ലേ, വെറും ഏറ്റവും കുറഞ്ഞ പ്രൈസിലല്ലേ, 1999 രൂപയാണ് ഇതിൽ ചാർജ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും നിങ്ങൾ ഏതൊക്കെ ഓപ്ഷണൽ സബ്ജക്റ്റുകളാണോ നിങ്ങളുടെ ഉള്ളത് അത് മുഴുവൻ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് പ്ലസ് അതിന്റെ ലൈവ്, അത് പ്ലസ് നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ്, അത് കൂടാതെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് എല്ലാം കൂടിയാണ്. ഒരു നോർമൽ കോസ്റ്റ് ആണ്. ഇല്ല, ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഇത്രയും പേർക്ക് ശമ്പളം കൊടുത്ത് ഇതിന്റെയൊക്കെ ചെയ്യണമെങ്കിൽ ആ നോർമൽ കോസ്റ്റ് ചാർജ് ചെയ്തേ പറ്റൂ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഞങ്ങളുടെ ബാച്ചിന്റെ ലിങ്ക് താഴെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് താഴെ തന്നെ പോയി കഴിഞ്ഞാൽ കൊമേഴ്സിന്റെ ആണെങ്കിൽ കൊമേഴ്സിന്റെ, ഹ്യൂമാനിറ്റീസിന്റെ ലിങ്ക് ഉണ്ടാകും. അതിൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അതിൽ ജോയിൻ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ബാച്ചിനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ. നിങ്ങളോട് കോൺടാക്ട് ചെയ്യുന്ന ആളോട് നിങ്ങൾക്ക് എന്ത് സംശയം ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി. സോ ആ രീതിയിലെങ്കിൽ ആ രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്, നിങ്ങൾ ഏത് രീതിയിൽ പഠിച്ചാലും ഇനി നിങ്ങൾക്ക് സമയമില്ല. മോഡൽ എക്സാം വരെ ഇനി നിങ്ങൾക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സമയമില്ല. അതിൽ നിങ്ങൾ മേടിക്കുന്ന ഓരോ മാർക്കും നിങ്ങളുടെ സെമി ഫൈനലാണ്. നിങ്ങളുടെ ഫൈനൽ എക്സാമിന് വേണ്ടി അത് അഫക്റ്റ് ചെയ്യും. കാരണം നിങ്ങൾ മോഡൽ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഫൈനലിന്റെ 90% കഴിഞ്ഞു. നിങ്ങളവിടെ ഫ്രീ ബേർഡ്സ് ആയിരിക്കും, ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതാ നിങ്ങൾ എഴുതി വെച്ചോ, ഇപ്പൊ നിങ്ങൾ ഇത് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ എഴുതി വെച്ചോ, ആ സമയത്ത് നല്ല ടെൻഷൻ ആയിരിക്കും. ഒരുപാട് പേർക്ക് വെറുതെ മെസ്സേജ്, സാറേ എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്ന് ടെൻഷൻ അടിച്ച് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാകില്ല. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം, ഇന്ന് മുതൽ ആത്മാർത്ഥമായി പഠിച്ചു തുടങ്ങിയാൽ, നിങ്ങളിതാ ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിലും ഫ്രം ദ സീറോ ആണെങ്കിലും ഒരു ബിഗിനിങ്ങിൽ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും ഫുൾ A+ വരെ നേടിക്കാൻ പറ്റുന്ന സമയം നമുക്കുണ്ട്. എക്സ്പീരിയൻസ് കൊണ്ട് പറയാ, അവസാന നിമിഷം നമുക്ക് പഠിച്ചാൽ നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ മക്കളെ. സോ എന്ത് ചെയ്യുക, പ്ലീസ് നന്നായിട്ടിരുന്ന് പഠിച്ചോളൂ. നിങ്ങളുടെ ബ്രദറായിട്ട് തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്തുണ്ടെങ്കിലും നമ്മുടെ കുമാരി ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഇങ്ങനെയാണ്, @Kumar_Riya. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റയിലൂടെ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. എക്സാം കഴിയുന്നത് വരെയല്ല, നിങ്ങളുടെ ലൈഫിൽ ഓരോ മൂവ്മെന്റിലും അല്ലെങ്കിൽ ലൈഫിൽ ഇതായിട്ടൊരു ഗൈഡായിട്ടൊരു ബ്രദറായിട്ടൊക്കെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈഫിന്റെ ലക്ഷ്യം തന്നെ. സോ പ്ലീസ്, ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.